Scilab ഉപയോഗിച്ച് Iterative Calculations എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. Mac ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതിൽ Scilab വേർഷൻ 5.2 ആണ് ഉപയോഗിക്കുന്നത്. ഈ കാൽക്കുലേഷൻ Scilab, Windows, Linux എന്നിവയുടെ എല്ലാ വേർഷനുകളിലും സമാനമാണ്. iteration.sce എന്ന ഫയലിൽ ലഭിക്കുന്ന കോഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഫയൽ ഓപ്പൺ ചെയ്യുവാൻ എഡിറ്റർ ആയി Scilab എഡിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. കോളൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു വെക്റ്റർ ഉണ്ടാക്കാം. I is equal to 1:5 ആണ്. 1 മുതൽ 5 വരെയുള്ള വെക്റ്റർ ഉണ്ടാക്കുക ഇൻക്രിമെന്റ് 1 ആണ്. ഈ കമാൻഡിൽ I is equal to 1:2:5 ആണ്. നടുവിലത്തെ ആർഗ്യുമെന്റ് രണ്ട് ഇൻക്രിമെന്റുകളെ പ്രതിനിധീകരിക്കുന്നു. വെക്റ്റർ തുടങ്ങുമ്പോൾ 1 ആണ് ആദ്യത്തെ ആർഗ്യുമെന്റ്. I എന്നത് 5 ന് മുകളിൽ പോകില്ല. ഇപ്പോൾ അത് 5 ന് തുല്യമാകും. ശ്രദ്ധിക്കുക, അവസാനത്തെ ആർഗ്യുമെന്റ് 6 ആയി മാറുന്നു. റിസൾട്ട് ഒരുപോലെ ആയിരിക്കും. ഈ ബിഹേവിയർ വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? Iterative Calculations എന്നതിൽ for സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പെർഫോം ചെയ്യാം എന്ന് നോക്കാം. For I is equal to 1:2:7 disp I end of for loop. ഇത് കട്ട് ചെയ്ത് Scilab console എന്നതിൽ പേസ്റ്റ് ചെയ്ത് എന്റർ അമർത്തുക. ലൂപ്പിലൂടെ പോകുമ്പോൾ ഈ കോഡ് I പ്രിന്റ് ചെയ്യുന്നു. ആർഗ്യുമെന്റ് ഡിസ്പ്ലേ ചെയ്ത് കമാൻഡ് disp ഡിസ്പ്ലേ ചെയ്യുന്നു. For loop ഇന്റിജർ വാല്യൂസ് എന്നതിന് ഉപയോഗിക്കുന്നു. ഈ ഉദാഹരണത്തിൽ 4 ഇന്റിജറുകൾ ഉപയോഗിച്ചിരിക്കുന്നു. 1, 3, 5, 7. For loop എത്ര തവണ iteration ആവർത്തിക്കുന്നുവോ അത് priori എന്നാണ് അറിയപ്പെടുന്നത്. ഈ ട്യൂട്ടോറിയലിന്റെ ബാക്കി ഭാഗത്തിൽ 1 എന്നതിന്റെ ഇൻക്രിമെന്റ് എങ്ങനെ ഡിഫോൾട്ട് ആയി കാണാം എന്ന് ഓർമ്മിക്കാം. I equal to 1 to 5 എന്ന് കാണിക്കുന്ന ലൂപ്പിൽ നിന്ന് തുടങ്ങാം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് നമുക്ക് കോഡിനെ തിരുത്താം. ശ്രദ്ധിക്കുക, I എന്നത് 2 വരെ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. I എന്നതിന്റെ വാല്യൂ 5 iteration അവസാനം വരെ നിലനിർത്തുന്നില്ല. I 2 ന് തുല്യമാകുമ്പോൾ if ബ്ലോക്ക് ആദ്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നു. ബ്രേക്ക് കമാൻഡ് ലൂപ്പിൽ അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും കണ്ടീഷൻ നടപ്പിലാക്കുകയാണെങ്കിൽ ലൂപ്പിൽ നിന്ന് പുറത്തു വരുവാൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് സഹായിക്കും. I is equal to 2 എന്ന സ്റ്റേറ്റ്മെന്റ് equal to എന്ന ചിഹ്നം 2 തവണ ഉപയോഗിക്കുന്നു. പ്രോഗ്രാമിംഗ് ഭാഷകളിൽ സമാനത താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗുണനിലവാരമുള്ള വഴിയാണ് ഇത്. ബൂളിയൻ, true or false എന്ന കമ്പാരിസൺ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റിസൾട്ട് നൽകുന്നു. കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നു. പേസ്റ്റ് ചെയ്ത് എന്റർ അമർത്തുക. I എന്നത് 4 നും 5 നും ഇടയിൽ ഡിസ്പ്ലേ ആക്കുന്നു. I എന്നത് 3 അല്ലെങ്കിൽ 3 ൽ താഴെയാണ് എങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താലും ഒന്നും സംഭവിക്കില്ല. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമിനെ ലൂപ്പിൽ നിന്നും പുറത്തു വരുവാൻ സഹായിക്കുന്നു. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിനെ പോലെ ഇത് ഗ്രൂപ്പിൽ അവസാനിപ്പിക്കുന്നില്ല. I എന്ന പാരാമീറ്റർ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ബാക്കി ലൂപ്പിലെ എല്ലാ കാൽക്കുലേഷനും പുതിയ I എന്നതിലേക്ക് മാറുന്നു. ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർസ് എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം. ലെസ് താൻ ഓർ ഈക്വൽ ടു വിത്ത് ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് Scilab ഹെൽപ്പ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഹെൽപ്പ് നമുക്ക് ലെസ് എന്ന ഓപ്ഷനു താഴെ ലഭിക്കുന്നു. ഇത് ക്ലോസ് ചെയ്ത് ഹെൽപ്പ് ലെസ് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ഹെൽപ്പ് ഇൻസ്ട്രക്ഷൻസ് കാണാം. ഇത് ക്ലോസ് ചെയ്യുക. Scilabലെ for സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമിംഗ് ഭാഷകളെക്കാൾ പവർഫുൾ ആണ്. ഉദാഹരണത്തിന് വെക്ടറിനു പകരം ലൂപ്പ് പെർഫോം ചെയ്യാം. V എന്നതിൽ എല്ലാ വാല്യൂസും ഈ സ്ക്രിപ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ വേരിയബിൾസ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നതുവരെ. നമുക്ക് കാൽക്കുലേഷൻ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇനി പറയുന്ന കോഡ് നമ്പറിന്റെ സ്ക്വയറുകളെ കാണിക്കുന്നു. നമ്മൾ for ലൂപ്പിൽ വിശദീകരിക്കുവാൻ കുറച്ച് സമയം എടുത്തു. ഇനി നമുക്ക് while ലൂപ്സ് നോക്കാം. ബൂളിയൻ എക്സ്പ്രഷൻ
ട്രൂ ആണെങ്കിൽ while സ്റ്റേറ്റ്മെന്റിന്റെ ലൂപ്പ് പെർഫോം ചെയ്യുവാൻ അനുവദിക്കുന്നു. ലൂപ്പിന്റെ ആദ്യം എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ while ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രോഗ്രാം നന്നായി എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ ഫാൽസെ ആകുകയും ലൂപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു. while ലൂപ്പിന് ഒരു ഉദാഹരണം നോക്കാം. I എന്നതിന്റെ മൂല്യങ്ങൾ 1 മുതൽ 6 വരെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഫോർ ലൂപ്പ് ബ്രേക്ക് ഉപയോഗിച്ച് പറഞ്ഞതുപോലെ ബ്രേക്ക് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് while ലൂപ്പിൽ പ്രവർത്തിക്കുന്നു. I 3 ആകുന്ന നിമിഷത്തിൽ പ്രോഗ്രാം ലൂപ്പിൽ അവസാനിക്കുന്നു. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന് നന്ദി. നിങ്ങൾക്ക് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് while ലൂപ്പ് ഉപയോഗിച്ച് ഉദാഹരണം ചെയ്തു നോക്കാം. ഇറ്ററേറ്റീവ് കാൽക്കുലേഷൻസ് യൂസിങ് സ്കിലാബ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി.